ഹലോ ചങ്ങായിമാരെ, ഇതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാണ് ഗ്രീൻ പീസ്. ഇതിൻ്റെ ഉള്ളിൽ ഗ്രീൻ പീസാണ്. നിങ്ങൾ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഉണ്ടാക്കണം. അത് നല്ല ഫ്രഷ് സൂപ്പർ ഗ്രീൻ പീസാണ്. ഇതിങ്ങനെ പൊളിച്ചുണ്ടാക്കണം. പൊളിച്ചുണ്ടാക്കിയിട്ട് ഈ ഐറ്റംസ് ഒക്കെ കൂട്ടിക്കാണ്ടൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗ്രീൻ പീസ് ഒക്കെ തൊലി കളഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗ്രീൻ പീസ്. ഈ തൊലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഗ്രീൻ പീസാണ്. ഓക്കെ, നല്ല ഫ്രഷ്നെസ് ഉണ്ടല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഇത്രയും കാണുന്ന ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. ഇനി അതാണ് നെക്സ്റ്റ് പരിപാടി. അടുത്തത് ഇനി ക്യാരറ്റ് വേണം കേട്ടോ പരിപാടി. ക്യാരറ്റ് നുറുക്കണതിൻ്റെ അടിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം കേട്ടോ, ലേശം ഉപ്പിട്ടിട്ട്. അടുത്തത് ഉള്ളി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊക്കെ പാടെ കൊത്തി നുറുക്കിയാണ് എന്താ പരിപാടി വെച്ചാൽ സമൂസക്കുള്ള മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുറേ സമൂസകൾ ചിറ്റാണ്ടായതുകൊണ്ട് പെങ്ങന്മാരൊക്കെ ഒരു ഹെൽപ്പിന് വന്നിക്കട്ടോ നമുക്ക്. അപ്പോൾ സമൂസ ചിറ്റിയതൊക്കെ റെഡിയായി. ഇനി എണ്ണയ്ക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സമൂസയുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മൂസാലത്തി വെള്ളില ബ്ലോഗ് ഫോളോ ചെയ്യാൻ ആരും മറക്കല്ലേ.